നല്ല മുരുമുരാന്നുള്ള ചൂടുള്ള പഴംപൊരി ഉണ്ടാക്കിയാലോ? ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ പഴംപൊരി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല മുരുമുരാന്നിരിക്കും. ചായക്കൊക്കെ നല്ല കിടിലൻ സ്നാക്സ് ആണ്. അതിനുവേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് അരിപ്പൊടി, പിന്നെ ഒരിത്തിരി ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി അതിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം കൂട്ടി കൂട്ടി ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് മാത്രം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പൊ ഇത് ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാൻ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ മാറ്റിയെടുത്ത് വെക്കുക. അത് ഇത്തിരി ഒന്ന് പതയ്ക്കും കേട്ടോ, അതിന് വേണ്ടിയാണ് അരമണിക്കൂർ മാറ്റി വെക്കുക. പൊരിക്കാൻ ആവശ്യമായ നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് നീളത്തിലാണെങ്കിൽ ഒറ്റയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. ഞാനിത് 2ആയിട്ട് മുറിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അത് ഈ ഒരു പാകത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി പഴക്കഷ്ണങ്ങൾ എടുത്ത് മിക്സിൽ മുക്കി ചൂടുള്ള എണ്ണയിലിട്ട് തിരിച്ചു മറിച്ചുവിട്ട് വേവിക്കുക. ഒന്ന് ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് ഊറ്റിയെടുത്ത് വിളമ്പാം. നല്ല ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ. നമ്മൾ ഈ ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരത്തേക്കുള്ള ചായക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്.